ഹായ് ഫ്രണ്ട്സ്, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൈലൻ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വെള്ളപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പിയാണിത്. റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഗ്രീൻ പീസ് കറിയുടെ ടേസ്റ്റ് തന്നെയാണിതിന്. ഇത് ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇതുകൊണ്ടൊക്കെ ഗ്രീൻ പീസാണ് ഞാൻ തലേ ദിവസം ഒരു 8 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ കറി വെക്കുന്നതിന് മുമ്പായിട്ട് ഇത് കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉള്ള ഗ്രീൻ പീസാണ്. അതിനെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിൻ്റെ തൊട്ട് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും വരുമ്പോൾ നമുക്കിത് കുക്കർ ഓഫ് ചെയ്യാം. ഓരോ കുക്കറിനും ഓരോ അളവാണ്. വിസിൽ വരുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ വേവ് നിങ്ങളുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒരു വിസിൽ ലോ ഫ്ലെയിമിലും 2 വിസിൽ മീഡിയം ഫ്ലെയിമിലുമാണ് നമ്മൾ വരുത്തിയത്. ഇനി കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ വസ്തുക്കളാണ് ഇതെല്ലാം. ഇത് ഒരു 1.5 സവാളയെ അരിഞ്ഞിട്ടുള്ളതാണ് ചെറുതായിട്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കറിവേപ്പില. ഇത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇത് ഓൾ സ്പൈസസ് ആണ്. ഏലക്ക, അതുപോലെ തന്നെ കരയാമ്പൂ. ഇത് ഒരു ചെറിയ കഷ്ണം പട്ടയെ 3-4 കഷ്ണമാക്കിയിട്ടുള്ളതാണ്. കുറച്ച് പെരുംജീരകം, ഒരു ബേ ലീഫിൻ്റെ ചെറിയ കഷ്ണം. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓൾ സ്പൈസസ് ഉണ്ടല്ലോ, അതിട്ടിട്ടൊന്ന് ആദ്യം ചൂടാക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലൊരു 3-4 ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു നിർബന്ധമുള്ളതല്ല. ഞാൻ ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം. ഇനി ഇതിനൊന്നിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നടുകെ പിളർത്ത പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം, ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്, കുറച്ച് മാത്രം ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒരല്പം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഗ്രീൻ പീസ് വേവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തക്കാളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരാൻ വേണ്ടി മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചതിന് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ട്. അതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, ഗ്രീൻ പീസിൽ വെള്ളം ഒരുപാടില്ല. ഗ്രീൻ പീസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുറുകും. അതുകൊണ്ട് ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചതുണ്ടല്ലോ, തേങ്ങയും പെരുംജീരകവും കൂടി ചേർത്തരച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എരിവുണ്ട്, ഒരല്പം മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം മസാലപ്പൊടിയും ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടി ഒരല്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹോട്ടലിലും അതുപോലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കറിയുടെ അതേ രുചി തന്നെയാണ് ഇതിന്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, ഇടിയപ്പത്തിന്, അതുപോലെ തന്നെ വെള്ളപ്പത്തിന് ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കറിയുടെ അതേ രുചി തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.